തട്ടൻ അത് ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? മുടക്കുന്നേ. എത്ര മുടക്കിയാലും ഉണ്ടാക്കില്ലാന്ന്. എടാ കല്യാണം മുടക്കാന് ഇത് എത്ര തവണ ഞാൻ പറയണ അഭി? എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ ജനാല തുറന്നു വെക്കാം. എന്നിട്ട് എൻ്റെ നാസൊക്കെ വിളിച്ച് പറയട്ടെ. ഇതറിഞ്ഞ അങ്ങനെ എന്നെ കിട്ടൂല, എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകും? വീണ്ടും മാമന്റെ വയലേക്കാ? എടാ അഭി, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു പ്രാന്തിനെ കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഒട്ടിച്ചേർന്നാടാ നിക്കണത്. അതാണ് എന്റെ സങ്കടം. ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്ന മട്ട. ഓടും, ഓനൊറ്റ കൂടും, അല്ലെങ്കിൽ നമ്മളോനെ ഓട്ടിക്കും. ഓനിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പൊ അവൻ അവളുടെ കണ്ണീരൊപ്പാടാ. കണ്ണീരാ? എന്തിന്? എനിക്കൊന്നും അറിയില്ല നാസറേ. സത്യം പറ ഫാത്തി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? വേറെ ആര്? എടാ അഭി, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ നാസർക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ? അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ച രാത്രി നീണ്ട അരണാണ് അടിച്ചോണ്ട് പോകും ഞാൻ പറയും. ഒന്നുമില്ലെങ്കിൽ ഓനെന്തിനാ അവളുടെ കണ്ണീരൊപ്പിയേ? അതും എന്റെ സംശയ. എടാ ഇതൊന്ന് സമാധാനിക്ക്, നമുക്ക് അഭിനോട് ചോദിക്കാന്ന്. കല്യാണം വിളിക്കാൻ വന്നാ അബീനോട് പറഞ്ഞു ഏൽപ്പിച്ചീന്. എന്നാലും ഒന്ന് നേരിട്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഓ, അത് കുഴപ്പമില്ലായിരുന്നു. അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. എന്താ പറയല്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ തമാശകളൊക്കെ. തമാശ? എന്ത് തമാശ? ഓനെവിടെ? അവന് തീരെ സമയമല്ല വീട്ടിലിരിക്കാൻ. പിരാന്ത് പിടിച്ച പോലെ ഓട്ടാ ടിൻഡോന്റെ കൂടെ. ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിനാ? വല്ല ടൂറോ ആരുടെങ്കിലും കൂടെ? ഇല്ല. ഞങ്ങള് എന്നാ അവിടെ ഇറങ്ങട്ടെ? ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. നാസറേ വാ. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അബി ഇന്ന് വന്നേ. ഈ ഫാത്തിമ തമ്മിൽ എന്തേലും ഉണ്ടോ? ഫാത്തിമാനായിട്ട് എന്ത്? ഒന്നുമില്ല. ഉറപ്പല്ലേ? എന്നാ വിശ്വസിച്ചോട്ടെ. ആയിക്കാ, സത്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? വെറുതെ പായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെന്തിനാ കണ്ണീരൊപ്പിയേ? പറ, ഓനെന്തിനാ കണ്ണീരൊപ്പിയേ? അങ്ങോട്ട് മാറിക്ക് നാസറേ. ഓട്ടെ, ഈ കല്യാണത്തിന് വരണട്ടാ. ആയിക്കോട്ടെ. വലിയ കാര്യാക്കണ്ട, പെട്ടെന്നുള്ള. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ. വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ചി പാത്തൂറ്റി ഒന്നിച്ചങ്ങ് നടത്തിയാലോ? പ്രത്യേക വെളിയും വേണ്ട, ഫുഡും വേണ്ട. ആദ്യം ഫാത്തിന്ന് നടക്കട്ടെ. ഒരു കണക്കിനെല്ലാം ബായി കാരണം. ബായ് നിങ്ങൾ കണ്ടോ? ഫാത്തിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും. അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും. മുജി, ഈ വേണ്ടാത്ത പ്രശ്നത്തിന് പോണ്ടേ? എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. നീ എന്താടെ ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത്? മറന്ന് അല്ലേ? പേടിക്കണ്ട, ആട് റെഡി. അല്ലാന്ത്രോ, അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ. അതൊരൊക്കെ മറ്റടുത്ത പരിപാടി പോലെ ആയല്ലോ കുച്ചി. എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എൻ്റെ അടുത്തും വലിയ ഇടപാടൊക്കെ അന്നെ ആട്ട്. ആയിക്കോട്ടെ, രണ്ടും കൂടി ഞായറാഴ്ച വാ, ഇറച്ചി വാങ്ങാം കേട്ടോ. അന്ത്രോ, അങ്ങനെ പിണങ്ങിപ്പോലെ. ഇതിപ്പോ അലാക്കി ലൗലിയും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടാ മുജിയെ, നീ 2 ദിവസമല്ലേ ആ ഇസ്മായിൽ ഖാനെ വിളിച്ചാണ്ട് ഒഴിവാക്കിയാലോ? ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്ക്, ഞാൻ വിളിക്കാം. എൻ്റെ കയ്യിൽ നമ്പറില്ല. നമുക്കൊരു കാര്യം ചെയ്യും,
ഫോണയക്ക് പാത്തുത്താൻ്റെ വീട്ടിൽ കയറിയിട്ടേ നമ്പർ മേടിച്ച് വിളിക്കും. ഞാൻ ഇസ്മായിലിന്റെ വായിലുള്ള അച്ചടി ഭാഷ മുഴുവൻ ഞാൻ കേൾക്കണല്ലോ. എന്റെ തങ്ങളെ എന്നാ അന്ത്രോ ഒരു 120 കിലോ ആയിട്ട് റെഡിയാക്ക്. നല്ല കിളുന്താട് ഏറ്റില്ലേ? അല്ലെങ്കിലേ ഞായറാഴ്ച ആടിന് പകരം കുട്ടനെ പൊതിഞ്ഞു തരും. ഇക്കാക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ. മുക്രി നീയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇറങ്ങാം മുജേ. ഇക്കാക്ക നാസർക്ക് ഒരു സൈക്കോയാണ്. എപ്പോഴും സംശയ അഭിയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനിനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല പെൺമാൻ ഞാനും ആൺമാൻ അഭിയാണെന്ന് അപ്പൊ പറഞ്ഞു നടക്കണേ. ഈ എന്തൊക്കെ പറയണേ പാത്തിയെ? ഞാൻ ഇന്നലെ അബീനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്തു. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം. ആ കല്യാണം കഴിയട്ടെ. ഇക്കാക്ക എനിക്ക് റംലുത്താന്റെ ഗതി വരും. അതുകൊണ്ടാ ഞാൻ പറയണേ. കരീം ഖാനെ പോലെയാ നാസർ. നമുക്ക് അബീനോട് എന്തേലും ഉണ്ടോ? ഇക്കാക്ക ഞാൻ അബിയുടെ കാര്യമല്ല ഇവിടെ പറയണേ. ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ മുജേ? എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം. ഇനി ഇവിടെ വേണ്ട. ആശ്രേ, ഇത് ബായി എഴുതിയല്ലോട്ടാ. ബായിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് നിനക്കറിയാലോ. ബായും കോയൊന്നും അല്ല. ഇതാരാ ചെയ്തെന്ന് നാസറിനറിയാം. നാസറേ, ആരെഴുതിയാലും ഫാത്തിമക്ക് ആരോടാ പ്രേമുണ്ടെന്ന് അറിയണ്ടേ? കാക്കേന്റെ മാന്തൽ പോലെ JCBന്റെ മാന്തലേ. എന്തേ മാന്തണോ? എല്ലാരും കേൾക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ഈ നാസർ ഫാത്തിമാനെ കെട്ടും. അത് കെട്ടായോ? ഇതെവിടെയായിരുന്നു? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. നീ ഇത് എന്ത് പോക്കിത്തരാടാ കാണിച്ചേ? ആ നാസർ വിചാരിക്കൂല ഞാനാന്ന്. എന്നെ തല്ലിട്ട് അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട. ഞാൻ ഇതൊക്കെ പുകിലാണോ ഇനി ഉണ്ടാവുക? ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി? എനിക്ക് പേടിയാവളയാ. അവളെങ്ങാനും അരഞ്ഞാണ കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല, തീർന്ന്. എന്ത് ചെയ്യൂ നീ? നമുക്കൊന്ന് ഭയനാണ്ടല്ലോ. വീട് പൊളിക്കണോണ്ട് കുഴപ്പമില്ല. പോലീസ് പിടിക്കും, കല്യാണം മുടങ്ങും, ഞാനും കൊടുക്കും, ഫാത്തിമേനെ കിട്ടും. ആരാ നാസറേ? എന്താടാ? നിങ്ങളുടെ മോൻ അവനോട് ഇല്ല, പുറത്താ. ആ പന്നീനോട് പോയി പറഞ്ഞോളെ. ഓൻ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസർ ഓനെ കണ്ടുപിടിച്ച് പെട്ട് തുണ്ടാക്കുന്നു. ഓന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താ. ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ, ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്നിടത്തോണ്ട് പൂഴ്ത്തും. പെരുമാന് തങ്ങളൂടെ അറിയൂല. അഭിയേ